മിഹർ എന്ന 15 വയസ്സ് മാത്രമായുള്ളൊരു വിദ്യാർത്ഥി 3 മാസങ്ങൾക്ക് മുന്നെയാണ് എറണാകുളത്തെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നത്. അവിടെ പഠിക്കാൻ വന്നതിനു ശേഷം ഒരു കൂട്ടം വിദ്യാർത്ഥികളിൽ നിന്ന് കൊടിയ റാഗിംഗ് ആണ് മിഹറിനെ ഏൽക്കേണ്ടി വന്നത്. റാഗിംഗ് എന്ന് പറഞ്ഞാൽ മിഹറിനെ നിർബന്ധപൂർവ്വം വാഷ്റൂമിൽ കൊണ്ടുപോവുകയും അതിനുശേഷം മിഹറിന്റെ തല ക്ലോസറ്റിൽ വെച്ച് ഫ്ലഷ് അടിക്കുകയും പിന്നീട് മിഹറിനെ കൊണ്ട് ടോയ്ലറ്റിൽ നക്കുകയും നിറം പറഞ്ഞ് ആക്ഷേപിക്കുകയും അങ്ങനെ മിഹറിനെ മാനസികമായും ശാരീരികമായും കൊടിയ പീഡനമാണ് ആ സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളിൽ നിന്ന് നേരിടേണ്ടി വന്നത്. ഈ കൊടിയ പീഡനം സഹിക്കാൻ കഴിയാതെ താൻ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ 26ാം നിലയിൽ നിന്ന് ചാടി സ്വയം മരിക്കുകയായിരുന്നു. മിഹർ ആത്മഹത്യ ചെയ്തതിനു ശേഷം ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ഈ സംഘത്തിലെ ആളുകൾ യാതൊരു കുറ്റബോധം പോലുമില്ലാതെ അത് ആഘോഷമാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മിഹറിന്റെ മാതാവ് തന്റെ മകന്റെ ആത്മഹത്യക്കെതിരെ സ്കൂളിൽ കംപ്ലൈന്റ് കൊടുക്കുകയും ആ സംഘത്തിലെ വിദ്യാർത്ഥികൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാനും സ്കൂളിലെ മാനേജ്മെന്റോ പ്രിൻസിപ്പളോ വൈസ് പ്രിൻസിപ്പളോ തയ്യാറായിരുന്നില്ല. റാഗിംഗിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട മിഹർ എന്ന വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കുന്നതിന്റെ ഭാഗമായി ഇതിന്റെ പിന്നിൽ ക്രൂരമായി പ്രവർത്തിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും തക്കതായ ശിക്ഷ ലഭിച്ചുമാണ് മിഹറിന് നീതി ലഭിക്കേണ്ടത്. നാളെ മറ്റൊരു ഹാഷ്ടാഗ് വരുമ്പോൾ ഞാനും നിങ്ങളും മിഹറിനെ മറക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ മിഹറിന്റെ കേസിലൂടെയെങ്കിലും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പോലത്തെ സ്കൂളുകളിൽ റാഗിംഗിന്റെ വിക്ടിമായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ടെന്ന് പുറം ലോകം അറിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.